ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പം ഇന്നതാ ഞാൻ രാവിലെ തന്നെ എണീറ്റും കണ്ട് രാവിലെ നമുക്ക് പിന്നെ കലക്കിപ്പാർന്ന്, ഞങ്ങളിവിടെ കലക്കിപ്പാർന്ന അപ്പം എന്ന് പറയല് കേട്ടോ. പിന്നെ കലക്കിപ്പാർന്നതെന്ന് പറയല്, ചില സ്ഥലത്തൊക്കെ ചീയപ്പം എന്നൊക്കെ പറയും. പിന്നെ വേറെ എന്താ പേരെന്നുള്ളത് എനിക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ചട്ടി ഇപ്പോൾ കുറേ ദിവസമായി ചുട്ടതുകൊണ്ട് ചട്ടിക്ക് പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. ചട്ടി ഇതാ പിന്നെ ചുട്ടിട്ട് റെഡി ആവണമൊന്നുമില്ല. അപ്പോൾ ഒരു 3-4 അപ്പം ചുട്ട് കഴിഞ്ഞാലേ പിന്നെ റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്കറിയാം ചട്ടി ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഞാൻ തലേന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയാണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് കണ്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം ചൂടാൻ ഉപയോഗിക്കൽ നല്ലെണ്ണയാണ്. പിന്നെ നല്ലെണ്ണ അല്ലാതെ ഈ ചട്ടിയിൽ നിന്ന് ഞാൻ ഈ ചട്ടിയിൽ വെറും നല്ലെണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓയിലൊക്കെ ചേർത്ത് കണ്ട് ചൂടാണെങ്കിൽ ഈ അപ്പം കിട്ടൂല കേട്ടോ. ഈ ചട്ടിയിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ ദോശ അങ്ങനത്തെ ഒക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. പക്ഷേ ഈ ഒരു അപ്പത്തിന് കുറച്ചൊരു ഇതാണ്. പിന്നെ ഈ ചട്ടി എപ്പോഴും എടുക്കലില്ല. ഇങ്ങനെ ഇത് ചുടുന്ന സമയത്ത് മാത്രമേ എടുക്കലുള്ളൂ കേട്ടോ. പച്ചരി വെള്ളത്തിലിട്ട് കണ്ട് തലേന്ന് വെള്ളത്തിലിട്ടേക്കും, രാവിലെ പിന്നെ ലൂസാക്കി അടിച്ച് കണ്ട് അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. പിന്നെ ഈ വേറെ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ മീൻ പൊരിക്കാനോ അങ്ങനെയൊന്നും ഇതുവരെ ഈ ഒരു ചട്ടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വെറും അപ്പം ചുടാൻ മാത്രമായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം പിന്നെ ചുടണൊക്കെ ഇങ്ങനെ റെഡിയായി വന്നു കേട്ടോ. പിന്നെ ആദ്യം ചുടുമ്പോൾ പിന്നെ ചട്ടിയിൽ നിന്ന് കിട്ടാനൊക്കെ ഭയങ്കര പണിയാണ്. കുറേ നേരം കുത്തി പിന്നെയും പിന്നെ രണ്ടാമത് ചുട്ടപ്പോഴും പിന്നെ അങ്ങനെ ഉണ്ട് ശരിയായിട്ട് വന്നു കേട്ടോ. അപ്പം ഈ അപ്പം ചുട്ടിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് പണിക്കാരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ മുന്നായൊക്കെ അരി വെള്ളത്തിലിട്ട് വെച്ച് കണ്ട് അങ്ങനെ അടിച്ചിതാക്കി കിട്ടും. പക്ഷേ പണിക്കാരിന്ന് പിന്നെ അവരെ വിളിച്ച് പറഞ്ഞൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ കുറേ ഒന്നും ചുടണ്ടല്ലോ, കുറച്ച് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് എടുത്തിച്ച് കണ്ട് ബാക്കിയാണ് ചുടുന്നത് കേട്ടോ. അപ്പം പിന്നെ ചുടുന്നതൊക്കെ അങ്ങനെ ശരിയായി വന്നു കേട്ടോ. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ പിന്നെ നോമ്പും പണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ദാ നമ്മൾ അപ്പൊക്കെ ചുട്ട് ഏകദേശമൊക്കെ റെഡി ആയി വന്നതൊക്കെ കേട്ടോ. ഇത് പിന്നെ ആദ്യത്തെ ഒന്നും റെഡി ആയില്ല. അതൊക്കെ പിന്നെ എനിക്ക് നെരിഞ്ഞ് കിട്ടാനൊക്കെ വലിയ ഇഷ്ടമാണ്. അത് ഞാൻ കഴിച്ചിട്ടോ. പിന്നെ ഒന്ന് നോമ്പ് പണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഒന്ന് കഞ്ഞിയെ വെക്കണം കേട്ടോ. കഞ്ഞിയാകുമ്പോൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ടല്ലോ. അടുപ്പത്തിട്ടും കണ്ട് വല്ല ചമ്മന്തി എന്തെങ്കിലുമൊക്കെ ആക്കി കണ്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ പിന്നെ നാളെ പെയിൻറ്റിങ്ങുകാരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് എല്ലാം വലിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അലമാരയും കട്ടിലൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നിട്ട് നന്നായിട്ട് മാറാലി ഇതൊക്കെ തട്ടിക്കൊടുത്തുകൊണ്ട് ക്ലീനാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ പിന്നെ ഇപ്പം വന്നത് ഇതിൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് ഇങ്ങനത്തെ പണി വലിയ ഇഷ്ടമാണ്. അപ്പം ഇനി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ എൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ക്യാമറൻ്റെ മുമ്പ് വല്ലാതെ വരില്ല. ഇത് പിന്നെ ഓൾക്ക് വല്ലാതെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. അവളെ ക്യാമറയ്ക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാനിങ്ങനെ തട്ടണം. അപ്പോൾ എനിക്ക് ഈ ചൂലുകൊണ്ട് മാറാല തട്ടാൻ നല്ല ഇഷ്ടമാണ്. നല്ല ഇതിൽ പോരും കേട്ടോ. ഇങ്ങനത്തെ ചൂലുകൊണ്ട് മാറാല തട്ടിയാൽ പിന്നെ മാറാല വടി ഉണ്ട്. പക്ഷേ അതിലാറെ ഒന്നും കൂടി എനിക്ക് വൃത്തിയായിട്ട് കിട്ടണം ഈ ഒരു ഇതിലാട്ടോ. അപ്പോൾ ഈ ചൂലിൻ്റെ കോലം കണ്ട് എനിക്ക് എങ്ങനെയായാലും ഒഴിവാക്കാൻ തോന്നില്ല. പിന്നെ റാക്കിൻ്റെ മേലേക്ക് ഒന്ന് അടിക്കണം. അതിൻ്റെ മുമ്പ് ഞാൻ ഒരു വട്ടം തട്ടിയതുകൊണ്ട് തന്നെ വല്ലാതെ പിന്നെ അങ്ങോട്ട് പൊടികളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ നന്നായിട്ട് തട്ടി കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ മാറാലൊക്കെ നന്നായിട്ട് തട്ടിക്കുട്ടി ഇതാക്കുകയാണ്. പിന്നെ റാക്കിൻ്റെ മേലെ എന്തായാലും ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ഒക്കെ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ മണ്ണും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൽ ഇതാകില്ലേ. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒക്കെ ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ പണിക്കാർക്ക് ഭയങ്കര തിരക്കാണ്. പിന്നെ ഞാൻ വിളിച്ച് കഞ്ചിയിട്ടാണ് നാളെ തൽക്കാലം വന്ന് 2 റൂം അടിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പം വേഗം തട്ടി കൊട്ടിക്കണ്ട് റൂമത്തൊക്കെ മാറ്റി കൊടുത്ത് കണ്ട് അങ്ങനെ ശരിയാക്കുന്നത് കേട്ടോ. അവർക്ക് ഭയങ്കര തിരക്കിട്ട പണിയാണ്. പിന്നെ അപ്പോൾ തൽക്കാലം ഞങ്ങൾ 2 റൂം അടിച്ചു തരാം താത്ത, പിന്നെ ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വന്നു കണ്ട് അടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നാമത് നോമ്പുമായില്ലേ. പിന്നെ എന്തായാലും പിന്നെ ഈ ഒരു വീട് പെയിൻ്റ് അടിച്ചിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ടെന്നില്ല. ഈ ഒരു വൈറ്റ് വാഷ് ഈ ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു 7 വർഷത്തോളമായിട്ട് ഈ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കണം എന്നുള്ള കുറേ ആയി ആഗ്രഹം, വീട് പെയിൻ്റ് അടിച്ച് കാണാനുള്ളതൊക്കെ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അത് ഈ 2025-ലാണ് സാധിച്ചത്. പിന്നെ അപ്പോൾ അത് ആ റാക്കിൻ്റെ ഒരു ഭാഗം തട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗത്തേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകുമ്പോഴും ഇപ്പോൾ ചൂലൊക്കെ കൊണ്ട് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ആ മൂക്കൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓക്ക് പൊടി പാറുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശ്വാസമൊന്നും കിട്ടൂല. അപ്പോൾ എനിക്ക് ഭയങ്കര ഗതി, എനിക്ക് മൂക്കിന് ഇങ്ങനെ നമുക്ക് ഷോളോണ്ട് കെട്ടിയാൽ നല്ല മാസ്ക് ഇട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആ ഒരു കൊറോണ സമയത്തൊക്കെ ഞാൻ ഇടങ്ങേറായി കണ്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ തട്ടിയപ്പോൾ പിന്നെ റാക്കിൻ്റെ മേലെ ഞാൻ പിന്നെ ആ ഒരു മൂലക്കലായിട്ട് പിന്നെ ഈ വേട്ടാളം എന്ന് പറയുന്ന ഒരു പ്രാണി ഉണ്ടല്ലോ. പിന്നെ അപ്പോൾ അത് കൂട് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ കൂട്ടിൽ പിന്നെ ആളൊന്നുമില്ല, അതിൻ്റെ കുട്ടികളൊന്നുമില്ല. കൂട് മാത്രമേ ഉള്ളൂ, ഒക്കെ കാലിയാക്കി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുത്തി കുത്തി എടുത്തുകൊണ്ട് പിന്നെ അതിൻ്റെ മണ്ണൊക്കെ പുറത്തേക്ക് അങ്ങനെ കളയാൻ കേട്ടോ. പിന്നെ റാക്കിൻ്റെ പിന്നെ അടിയിൽ കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ തട്ടിക്കൊടുത്ത്
പിന്നെ ഒരു ആങ്കർ 2 ആങ്കർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആങ്കർ ഞാൻ വലിച്ചപ്പോൾ പോന്നു, മറ്റേ ആങ്കർ അങ്ങനെ അങ്ങോട്ട് പോരുന്നില്ല കേട്ടോ. അതിൽ പിന്നെ അത് അവിടെ തന്നെ വെച്ച് പിന്നെ നന്നായിട്ട് തട്ടിക്കൊടുത്ത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു വട്ടം തട്ടിയതുകൊണ്ട് വല്ലാതെയും തട്ടാനില്ല എന്നുള്ളത്. പിന്നെ ജനലും ഇതൊക്കെ ഒന്നും കൂടി തട്ടിക്കൊടുത്ത് പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ വീടിൻ്റെ ഒരു ചുമരിൻ്റെ ഭാഗത്ത് ചെറിയൊരു ചില്ല്, അതായത് റാക്കിൻ്റെ മേലക്കായിട്ട്, റാക്കില്ല, റാക്കിൻ്റെ അതേ സ്ഥാനത്താണ് ജനലിൻ്റെ മേലക്കായിട്ട് ഒരു ചില്ല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ ചിത്രം ഇങ്ങനെ കാണും, പക്ഷെ ഉള്ളിലേക്ക് അതിങ്ങനെ കാണില്ല. കണ്ട് ഈ ഒരു ഗ്യാപ്പാണ് ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു മേലെ ഒരു ഗ്യാപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് ഒരു കള്ളിയിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചില്ലുണ്ട്, പക്ഷേ ഫ്രണ്ട് ഭാഗത്തുനിന്ന് റോസാപ്പൂ ആകുമ്പോൾ ഇങ്ങനെ കാണും, ഇവിടെ ഉള്ളിൽ കാണൂല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കാണ്. പിന്നെ അപ്പം ചൂല് വെച്ചൊക്കെ തട്ടി, ചൂല് വെച്ച് തട്ടിയാലും പിന്നെ ചില്ലല്ലേ, അപ്പോൾ അത് കറക്റ്റായിട്ട് പോരണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഇതാക്കണം. അപ്പോൾ പിന്നെ ഞാൻ ചൂലൊക്കെ ഒഴിവാക്കിയിട്ടുങ്ങാണ്ട് പിന്നെ ഒരു ക്ലോത്ത് ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലോത്ത് എടുത്തോണ്ടായിരുന്നുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ തുടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുടച്ചപ്പോൾ ശരിക്കും മാറാനും കാര്യങ്ങളൊക്കെ പോകുന്നു കേട്ടോ. ഇനി ഫ്രണ്ട് ഭാഗമാണ് തുടക്കാനുള്ളത്, പക്ഷേ ഇപ്പോൾ തുടക്കാൻ കഴിയില്ല. അതിൻ്റെ മേലെ കൂടെ റാക്കിൻ്റെ പിന്നെ പെരപ്പുറത്ത് കയറി ഫ്രണ്ട് സൺസൈറ്റിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോണം, അതിൻ്റെ അടിയിലാണ് ഉള്ളത് കേട്ടോ. അപ്പം അങ്ങനെ അത് ഇവിടെ തട്ടി. പിന്നെ ഈ ഒരു അലമാറിൻ്റെ മുകളിലുണ്ട് കുറച്ച്, പിന്നെ അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കാത്ത ബുക്കൊക്കെയാണ്, അപ്പോൾ അതൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ പൊടികളുണ്ട്. അപ്പോൾ പിന്നെ മാറാലൊക്കെ ഞാൻ മുകളിലുള്ള മാറാലൊക്കെ ഞാൻ ചൂലുകൊണ്ടൊന്ന് തട്ടി, പിന്നെ ജസ്റ്റ് ചൂലുകൊണ്ട്. പിന്നെ ഇത് പിന്നെ മരത്തിൻ്റെ അലമാര ആയതുകൊണ്ട് തന്നെ കുറച്ച് തോന പൊടികളായും ഉണ്ട് കേട്ടോ. എപ്പോഴും പൊടി ഇങ്ങനെ വന്ന് നിൽക്കും. പിന്നെ റോഡിൻ്റെ പക്കത്ത് തന്നെയാണ് നമ്മളെ വീട്, അപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊടി പാറൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അകത്തത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് ഇനി പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ. പുറത്ത് ജനലും പിന്നെ ജനലൊക്കെ കഴുകാറുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഞാൻ പോയിട്ട് പിന്നെ അപ്പുറത്ത് പണിക്കാരെ തേക്കാൻ വേണ്ടിയിട്ട് മതിൽ കെട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അത് തേക്കാൻ വേണ്ടിയിട്ട് പണിക്കാരെ കമ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ ജനൽമ ചാരി വെച്ചിട്ടാണ് ഞാനിത് കഴുകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴുകുന്നത് കൊല്ലത്തിലൊരിക്കലും ഞാൻ ഇങ്ങനെ കഴുകുള്ളൂ. പിന്നെ ഞാൻ നനച്ച് തുടക്കും, അല്ലാതെ ഇതുപോലെ സോപ്പിട്ടും കണ്ട് അങ്ങനെ അത്ര ഇതാക്കി കണ്ടൊന്നും കഴുകലില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ നോമ്പും പണി ചെയ്യല്ലേ, അപ്പോൾ നല്ല വൃത്തി തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ കഴുകി കൊടുത്തിട്ടില്ലെങ്കിൽ പണിക്കാർ, പിന്നെ അതല്ല പെയിൻറ്റിൻ്റെ പണിക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ പെയിൻ്റ് അടിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ പൊടികളും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൂടെ കടിച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങൂല വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അത്ര രീതിയിൽ ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സോപ്പും ചണ്ടിയൊക്കെ എടുത്ത് കണ്ട് തന്നെയാണ് നന്നായിട്ട് അരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഏട്ടത്തിൻ്റെ മോള് പിന്നെ പൈപ്പ് ഓളെ ഞാൻ അവിടെ റൂമിൽ നിർത്തിയേക്കാണ്. ബാത്റൂമിൽ നിന്നാണ് പൈപ്പ് കുത്തിയിട്ടുള്ളത്. പിന്നെ അതായത് ഓസ് ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ ഓസ് ബാത്റൂമിൽ നിന്നാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം അത് പിന്നെ ഓള് ഓഫാക്കണം പിന്നെ പൂട്ടണം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ അങ്ങനെ നിൽക്കേനി. പിന്നെ അന്ന് ഓഫാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ പുറത്ത് പിന്നെ അവിടെ ഉള്ളിൽ പോയി ഓഫാക്കും കേട്ടോ. അപ്പം ഓളുള്ളതുകൊണ്ട്, ഒരാൾ അവിടെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഇന്ന് ഞാൻ 2 റൂമിൻ്റെ ജനലും പിന്നെ ഒരു റൂമിൻ്റെ 2 ഭാഗത്ത് ജനലുണ്ട്, പക്ഷെ ഒരു ഭാഗത്തെ ജനൽ മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ. മറ്റേ റൂമിൻ്റെ ഒരു റൂമിൻ്റെ ഒരു ജനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് ബാത്റൂമാണ്. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ഇത് ഷാമ്പു അല്ല, പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ കഴുകി കൊടുക്കണം. അതിൻ്റെ അടിയിൽ സോപ്പും ഉണ്ട്, പിന്നെ അതും ചണ്ടിമല വരുതും അങ്ങനെ ഉരച്ച് കണ്ട് അങ്ങനെ കഴുകി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞപ്പോൾ ചില്ലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് കണ്ടല്ലോ അങ്ങനെ തലക്കൽ ജനൽ, ആ ജനലും പിന്നെ ഈ ഒരു ജനലും മാത്രമാണ് ഇന്ന് കഴുകിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരുപാട് സമയമായി. പിന്നെ രാവിലെ വീട്ടിൽ പണിക്കാരുണ്ടല്ലോ മതിൽ കെട്ടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഓൽക്കുള്ള ഭക്ഷണം കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് ഒരുപാട് നേരമാകാനുണ്ട്. പിന്നെ അങ്ങനെ കിണറിൻ്റെ റിങ്ങും പിന്നെ ഇതുണ്ടല്ലോ മേലെ വെച്ചിട്ടുള്ള ആ ഒരു ഗ്രില്ല്, അപ്പോൾ അത് ഇന്നലെ ഹസ്ബൻഡും ചെറിയ മോളും പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ാം കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ കൂടി കൊടുത്തിട്ടോ. പിന്നെ അപ്പോൾ ആ സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് അടുക്കളൻ്റെ ഭാഗത്തൊരു പുറത്തൊക്കെ ഒരു ഗ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഇത് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും പിന്നെ പെയിൻ്റൊക്കെ അടിച്ചാൽ നല്ലതല്ലേ, അപ്പോൾ അങ്ങനെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെയിൻ്റ് അടിച്ചതും ഒരാളെ വിളിച്ചിട്ട് ചെയ്യണ്ടല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യട്ടെ കേട്ടോ. താങ്ക്